ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നോക്കൂ, സിറ്റിംഗ് എംപിമാരിൽ എല്ലാവർക്കും സീറ്റുണ്ട്, ടി.എൻ. പ്രതാപൻ ഒഴികെ. അപ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്താനുള്ള കാരണം എന്താണ്? പ്രതാപനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളതാണോ, അതോ പത്മജ ഫാക്ടർ എത്ര കണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാറ്റത്തിൽ, അവസാന നിമിഷത്തിലെ മാറ്റത്തിൽ? അല്ല, പാർട്ടി ഔദ്യോഗികമായി AICC ആസ്ഥാനത്ത് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറിന് മുമ്പ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ന് രാവിലെ തന്നെ പ്രിയപ്പെട്ട ടി.എൻ. പ്രതാപൻ, തൃശ്ശൂരിലെ സിറ്റിംഗ് MP, അദ്ദേഹം തന്നെ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടില്ലേ? അപ്പൊ പ്രതാപനില്ലാത്ത അതൃപ്തി, പ്രതാപനില്ലാത്ത അസംതൃപ്തി, പ്രതാപനില്ലാത്ത ബുദ്ധിമുട്ട് തൽക്കാലം മാധ്യമങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. രണ്ട്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമയിലും ന്യൂസ് 18ലും ഒക്കെ നിങ്ങൾ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു ദേശീയ പ്രസ്ഥാനമാണ്. ആ ദേശീയ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മാത്രം കാൻഡിഡേറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുക പോസിബിൾ അല്ല. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതാണ് ഔദ്യോഗികമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ആകുമായിരുന്നത്. അതാണ് ഇന്ന് നടത്തിയത്. അതിൽ കർണാടകയുണ്ട്, തെലുങ്കാനയുണ്ട്, കേരളമുണ്ട്. അപ്പൊ കർണാടകയിലേക്ക് ചില സീറ്റുകളിൽ ചില സമവാക്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് രാവിലെയാണ് പരിഹരിക്കപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കുന്നു, പ്രതാപനെ മാറ്റുന്നത് കൊണ്ട് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. മുരളീധരൻ തന്നെ പറയുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ഈ മണ്ഡല മാറ്റത്തെ കുറിച്ച് തന്നെ അറിയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലെ മാറ്റമാണ് അതെന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി പത്മജ ഫാക്ടർ ആണോ ഇതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അല്ല എന്ന് പറയുന്നതുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകില്ലേ? അല്ല, ഈ ലാസ്റ്റ് മിനിറ്റ് തീരുമാനം അല്ലാതെ ഞാനും പറഞ്ഞില്ലല്ലോ സിത. ലാസ്റ്റ് മിനിറ്റ് തീരുമാനമാണെന്നേ ആണ്, സംശയമൊന്നുമില്ല. പക്ഷേ കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സമാരാധ്യനായ ലീഡറിന്റെ, കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ, കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളുടെ പേര് അദ്ദേഹത്തിന്റെ മകൾ ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അതിൽ ഫൈനൽ തീർപ്പ് വരുത്തുക, അതിൽ അവസാനത്തെ ആണിയും അടിക്കുക, അതിനെ ചെക്ക് വെക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നത്. സംശയമൊന്നും വേണ്ട. പത്മജ പോയത് ഒരു ഗുണവും BJPക്ക് ഉണ്ടാക്കില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പത്മജ പോയത് ഏതെങ്കിലും ഒക്കെ തരത്തിൽ അപ്പോൾ BJPക്ക് ഗുണം ചെയ്യും, അത് തടയാനാണ് എന്നുള്ളതാണോ? അപ്പോൾ പത്മജ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുകയാണോ? അല്ല, ഒരു പത്മജ ഫാക്ടറും ഇല്ല. ആകപ്പാടെയുള്ള പത്മജ ഫാക്ടർ എന്ന് പറയുന്നത് സ്വയം വിമർശനാത്മകമായി ഞാൻ പറയുന്നു, ലീഡർ കെ കരുണാകരന്റെ മകൾ എന്നുള്ള ഒരേ ഒരു പരിഗണനയുടെ പുറത്ത് അവർക്ക് അർഹതയില്ലാത്ത പലതും പലപ്പോഴും പാർട്ടി കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലീഡർ കെ കരുണാകരന്റെ മകൾ എന്നുള്ള അവരുടെ ആ സ്ഥാനം, ആ ലെഗസി പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ പാർട്ടി തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കെ കരുണാകരന്റെ ലെഗസി അത് ദുരുപയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിഞ്ഞ ദിവസം വരെ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി വരുന്നില്ലേ എന്നുള്ളായിരുന്നല്ലോ ചോദ്യം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, ഇപ്പോൾ കെ കരുണാകരന്റെ ലെഗസി ഏത് നിലയിൽ പത്മജ തൃശ്ശൂരിൽ ഉപയോഗിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? കേട്ടില്ല. ഇപ്പോൾ കെ കരുണാകരന്റെ ലെഗസി ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ വസന്ത്. അപ്പോൾ പത്മജ ഏത് നിലയിൽ കെ കരുണാകരന്റെ ലെഗസി തൃശ്ശൂർ മണ്ഡലത്തിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്? ഇപ്പൊ കണ്ടില്ലേ, BJPയുടെ ഫ്ലക്സിൽ കെ കരുണാകരന്റെ പടം ദുരുപയോഗം ചെയ്തു. അത് മലപ്പുറത്തല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെക്കുന്ന എല്ലായിടത്തും മുരളീധരനെ മത്സരിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. തൃശ്ശൂരാണല്ലോ കെ കരുണാകരന്റെ തട്ടകം. തൃശ്ശൂരിലാണല്ലോ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. തൃശ്ശൂരാണല്ലോ അദ്ദേഹത്തെ വളർത്തിയെടുത്തത്. എന്താ സംശയമുള്ളത്? അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ തീരുമാനിക്കാനുള്ള അവകാശം അത് ഞങ്ങൾക്ക് വിട്ടുതരണം. വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു. സമ്പത്ത് അടക്കമുള്ളവർ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധി അധികം വൈകാതെ അവിടെ നിന്ന് എസ് രാജേന്ദ്രനും ഒക്കെ BJPയിലേക്ക് ചേരാൻ പോകുന്നത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. രാജേന്ദ്രനെ മുൻപ് തന്നെ പാർട്ടി പുറത്താക്കിയതല്ലേ?